ഇത്രയുള്ളൂ മനുഷ്യന്റെ സ്ഥിതി. പരിഹസിച്ചവർക്കോ കളിയാക്കിയവർക്കോ ട്രോൾ ചെയ്തവർക്കോ ആർക്കെങ്കിലും അയാളെ നേരിൽ കണ്ടൊരു മാപ്പപേക്ഷ പറയാൻ പോലും അവസരം കൊടുക്കാതെ അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ട്രോൾ ചെയ്തവർക്കോ അല്ലെങ്കിൽ കളിയാക്കിയവർക്കോ എന്ത് കിട്ടി? അദ്ദേഹം ചെയ്ത നന്മ കൊണ്ടാവല്ലോ ഈ റമളാൻ മാസത്തിൽ അദ്ദേഹം ഒരു വണ്ടി ആക്സിഡന്റിലാണെങ്കിലും അദ്ദേഹം മരണപ്പെടാനുള്ള സാധ്യത. നല്ല മനുഷ്യർ റമളാൻ മാസത്തിൽ മരിക്കുള്ളൂ എന്നുള്ളത് പറഞ്ഞത് കേൾക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു മരണം സംഭവിക്കുമോ? അദ്ദേഹം ചിലപ്പോൾ മാനസികമായിട്ട് തളർന്നിട്ടാവാം, എന്തോന്നും അല്ലാഹു ആലം. എന്തായാലും അദ്ദേഹം ഈ ലോകത്തോട് വിട പറഞ്ഞു. ഇനി അയാൾ പരിഹസിക്കാനോ കമന്റ് ഇട്ടവർക്കോ അയാളെ തെറി വിളിച്ചവർക്കോ മീഡിയകളൊക്കെ ഒരുപാട് ആഘോഷിച്ചു. ഞാൻ പറഞ്ഞു വരുന്നത്, ഇന്നലെ ആ മരണപ്പെട്ട ജുനൈദ് എന്ന് പറയുന്ന വ്യക്തി, ഒരുവിധം ആൾക്കാർക്കൊക്കെ അറിയാം. അദ്ദേഹം ചിലപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, ചിലപ്പോൾ അയാൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ എങ്കിലും ഒരു സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു അദ്ദേഹത്തെ അത്രയും രൂക്ഷമായിട്ട് വിമർശിച്ച് കളിയാക്കി അദ്ദേഹത്തെ എന്തെല്ലാം പറയാൻ പറ്റും, എന്തെല്ലാം തെറികളൊക്കെ എഴുതിയിട്ടൊക്കെ ഒരുപാട് വീഡിയോസ് കണ്ടു. പക്ഷേ അദ്ദേഹം ചെയ്തിക്കണോ ചെയ്തിട്ടില്ല എന്നുള്ളത് ഒരാൾക്കും അറിയില്ല. നിങ്ങളെ കാണിച്ചിട്ട് അയാൾ ചെയ്തിക്കണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അയാളെ പറ്റിയിട്ട് അറിയോ, അയാൾ ചെയ്യണത് നിങ്ങൾ കണ്ടിക്കണോ? എന്തെങ്കിലും തെളിവ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടോ? കളിയാക്കിയവർക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അദ്ദേഹം പടച്ചവനും കൂടിയാവും. അത്രയല്ലേ ഉള്ളൂ. എന്താ ഈ കളിയാക്കിയവർക്ക് ആർക്കെങ്കിലും അദ്ദേഹത്തോടൊരു മാപ്പ് പറയാനോ ഒന്നിനും കഴിഞ്ഞില്ലല്ലോ, ഒന്നിനും പറ്റിയിട്ടില്ലല്ലോ. അദ്ദേഹം ഈ കളിയാക്കിയവർക്കൊക്കെ പൊരുത്തപ്പെട്ട് തന്നിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഇത്രയേ ഉള്ളൂ മനുഷ്യന്റെ സ്ഥിതി. എന്തിനാണ് ഒരാളെ സമൂഹത്തിന്റെ മുന്നിൽ എന്താ പറയാ, ഏതൊരു മനുഷ്യനും പ്രാർത്ഥിക്കല്, ഏത് ജാതിയായാലും ഏത് മതത്തിൽപ്പെട്ടവനായാലും പ്രാർത്ഥിക്കൽ എന്താ, ഒന്ന് പഠിച്ചവനെ മറ്റുള്ളവരെ മുന്നിൽ കൈ നീട്ടാനുള്ള ഒരു അവസരം വരുത്തല്ല റബ്ബേ, ഒന്ന് മാറാ രോഗത്തെ തൊട്ട്. മൂന്നാമത്തെ ഒരു കാര്യം പറയല്, മറ്റുള്ളവരുടെ മുന്നിൽ ഞങ്ങളെ വഷളാക്കി കളയല്ല റബ്ബേ എന്ന് പറഞ്ഞിട്ട് ദുആ ചെയ്യും. ആ ഒരു ദുആ പോലും ചെയ്യുന്ന ഏത് ഒരു വ്യക്തിയാണെങ്കിലും ചെയ്യാതിരിക്കൂല. അങ്ങനത്തെ ഒരു മനുഷ്യനെ ഒരു സമൂഹത്തിന്റെ മുന്നിൽ ഇത്രയും രൂക്ഷമായിട്ട് കളിയാക്കിയ അദ്ദേഹം നിങ്ങൾക്കൊക്കെ പൊരുത്തപ്പെട്ട് തരും നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തായാലും അദ്ദേഹത്തിന്റെ കബറിടം അല്ലാഹു സ്വർഗപൂന്തോപ്പാക്കട്ടെ. എന്തെങ്കിലും ദുനിയാവിൽ തെറ്റുകുറ്റങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമുക്ക് അത്രേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ. എന്തായാലും നല്ല മനുഷ്യനാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. റമളാൻ മാസത്തിൽ ഇങ്ങനെയൊക്കെ ഏതൊരു വ്യക്തിയും മരിക്കണം എന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ല മനുഷ്യൻ. അപ്പൊ നോക്കി നിങ്ങൾ എത്ര പോലും മരണങ്ങൾ റമളാൻ മാസത്തിൽ കുറവാണ്, മരണമില്ല. നീ റമളാൻ മാസം കഴിഞ്ഞാൽ നോക്കുകൊണ്ട് നിങ്ങൾ